ഹായ് ഇറ്റ്സ് മീ ഷൈലിയാസ് ഫ്രോം ഗുഡ് ഡിസൈൻ. അപ്പോൾ ഇത് പുതിയൊരു കളക്ഷനാണ്, നല്ല അടിപൊളി ഒരു കളക്ഷൻ എടുത്ത് കാണിക്കാൻ പോണത്. പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായ, ഭയങ്കര കംഫർട്ടബിൾ വെയറിങ്. എല്ലാതും അങ്ങനെ പറയുന്നതാണ്, ഇത് കമൻറ്റ് വരുന്നുണ്ട്. കാരണം അത്രയും കംഫർട്ടബിൾ ആണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല നീറ്റായ ക്രേപ്പ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ പ്രിൻറ്റും കളറും ഒക്കെ നമുക്കൊരു അജ്രക്കിനോട് സിമിലാരിറ്റി തോന്നുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല പീസ് തന്നെയാണ്. മെറ്റീരിയലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചെറിയ ചെറിയ ഹാൻഡ് ബുക്കുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യുക. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. ഓക്കെ സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ട് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ മൊത്തം 7 ഡിസൈൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ കാണിച്ചത് നമ്മുടെ അജ്രക്കിൽ വരുന്ന അജ്രക്കിന്റെ മൊഡാൾ സിൽക്കിനൊക്കെ നല്ല റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ അല്ലേ ഫുൾ ഐറ്റം തീർന്നില്ല. ഫുള്ള് പീസ് സോൾഡ് ഔട്ട് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എങ്ങനെയാണോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. പക്ഷേ ഞാൻ ഇൻഷാല്ല ഇനിയും അതിൽ കൂടുതൽ കളക്ഷൻസ് ദുപ്പട്ട നല്ല നല്ല പക്ക അജ്രക് പ്രിന്റ് വരുന്ന മൊഡാൾ സിൽക്കിൽ വരുന്ന പീസസ് ഒരുപാട് ഇനി സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞതിനനുസരിച്ചല്ലേ നമുക്കത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല റെസ്പോൺസ് പറഞ്ഞാൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോയ്ക്കായിരുന്നു അങ്ങനെ ഒരു റെസ്പോൺസ്. ഓൾറെഡി എനിക്ക് ചെറിയൊരിതുണ്ട്. അജ്രക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുള്ളതാണ്. പ്രത്യേകിച്ച് മൊഡാൾ സിൽക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു താല്പര്യം. അതെ, പ്ലെയിൻ എങ്ങനെ ഇരിക്കും, കാരണം ചില ആളുകൾക്ക് പ്ലെയിൻ ഇഷ്ടമില്ലാത്തൊക്കെ ഉണ്ട്. കുറച്ചൊരു പ്രിന്റ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ്. പക്ഷെ ഞാൻ എന്താണോ വിചാരിച്ചത് അതിന്റെ ട്രിപ്പിൾ ഇതാണ്, അത്രയും മടങ്ങാണ് അതിന് നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ എല്ലാവരും ദീർഘിപ്പിക്കണില്ല. ഇന്നത്തെ പീസും അടിപൊളിയാണ്. വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഐറ്റം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പേഴ്സണലി ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു മനസ്സ് തുറന്നിട്ട് ഞാൻ പറയുകയാണ്, അത്രയും കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്കിത് കാണുന്ന പാറ്റേൺ കാണുന്ന പോലെയല്ല, അത്രയും നല്ല നീറ്റായിട്ടുള്ള പ്യുവർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആൻഡ് എലഗന്റ് പീസാണ്. കളറും അതുപോലെ തന്നെയാണ്. അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് കാണാത്തൊരു ടൈപ്പ് കളേഴ്സാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കളർ കിട്ടിയിട്ടില്ല. നല്ലൊരു ഷെയ്ഡ്, ഒരു ഗ്രീൻ എന്താ പറയുക, ഒരു ഡസ്റ്റി ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. അതാണ് ഇനി ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഞാൻ പെട്ടതിൻ്റെ സെയിം തന്നെ ഒരു ബ്ലൂ കളർ, ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു ഇൻഡിഗോ ബ്ലൂ ആണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലാവിഷായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരിക്കും. എനിക്ക് ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇവിടെ നിങ്ങോട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ ലെങ്ത് എന്നുള്ളത് ഒരു 50 ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ലെങ്ത് വേണമെന്നാണെങ്കിൽ ഇതാടാ ഈ സൈഡ്സിൽ പീസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ സൈഡിലെ പീസ് കൊണ്ട് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടം ഇങ്ങനെ പാരലൽ ബോട്ടം ചെയ്തിട്ട് ആ 3 ലെയേഴ്സ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ആംഗിൾ ലെങ്ത് തന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട് പാരലൽ ബോട്ടം ചെയ്തിട്ട് ഈ 3 ലൈൻസ് ഉണ്ടല്ലോ അത് ബോട്ടത്തിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. പിന്നെ വരുന്നത് പ്യോർ, ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, പ്യോർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നോർമലി വരുന്ന മസ്ലിനേക്കാളും തിന്നാണ്. അതുപോലെ തന്നെ ഒരു സിൽക്കി ഒരു ഫീല് വരുന്നതാണ് കേട്ടോ. ഇതാണ് ബാക്ക് പോർഷൻ്റെ അപ്പർ ഏരിയ വരുന്നത്. അപ്പർ യോക്ക് അല്ലെങ്കിൽ ബാക്ക് പോർഷൻ്റെ നമ്മളിപ്പോൾ ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ പുറം ഭാഗത്തേക്ക് വരുന്ന ഏരിയ ആണിത്. പിന്നെ ബോഡി മൊത്തം ഇതുപോലെ ഒരു പ്രിന്റഡ് ഉണ്ട്. താഴ്ഭാഗത്ത് ബോർഡർ വരുന്നുണ്ട്. സ്ലീവ് ഏരിയ എന്നുള്ളത് ഇതുപോലെയായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ലാവിഷായിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലീവിനൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെസ്സേജസ് വരുന്നതാണ് ഈ കാണുന്നത്. സൗണ്ട് ഇട്ടാ വന്നോന്ന് അറിയില്ല, സൗണ്ട് ഒരു കോളിംഗ് ബെൽ അടിക്കണ പോലെ. അപ്പോൾ അത്രയും സൈസ് ഉണ്ട്, അവൈലബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും പീസ് ഉണ്ട്. ബോട്ടത്തിൻ്റെ ഇതിൻ്റെ ഡിസൈനും ഒരു പ്രത്യേക ഫീല് വരുന്നൊരു ഡിസൈനായിട്ട്. ഞാൻ കറക്റ്റ് ഇതിൻ്റെ ഒരു ക്ലിയർ നോക്കിയൊക്കെ നോർമൽ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് പോലെയല്ല. ശരിക്കും നമുക്കൊരു അജ്രക് പ്രിൻറ്റിൻ്റെ എന്താ പറയുക ഒരു സിമിലാരിറ്റി വരുന്ന ടൈപ്പാണ് ഈ ഐറ്റം വരുന്നത്. ശരിക്കും ഇത് ബ്ലോക്ക് പ്രിൻ്റ് അല്ല, സ്ക്രീൻ പ്രിൻ്റ് തന്നെയാണ്. പക്ഷെ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരു ഫീല് വരുന്ന ടൈപ്പ് കേട്ടോ. ഒരു ട്രഡീഷണൽ ആ ഒരു പാറ്റേൺ വരുന്ന ഒരു ഇതല്ല വരുന്നത്. സൂപ്പർ മെറ്റീരിയലിൻ്റെ ഇതാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്. ഇതിലേക്ക് ഇത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്. നിങ്ങൾക്ക് ആംഗിൾ ലെങ്തോ എന്താ വെച്ചാൽ ചെയ്യാൻ ഞാൻ പാരലാണ് ചെയ്തത്. മെയിൻ ഉദ്ദേശം ഈ സൈഡ് ഇത് യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഈ പ്രിന്റ് കളയാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. കാരണം ലെങ്ത് എനിക്ക് അത്യാവശ്യം 49 എന്നുള്ളത് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ഒരു ചിക്കു ഷെയ്ഡ്, മെറൂൺ കളറ്, നല്ലൊരു ഇൻഡിഗോ ഇതൊക്കെ കൂടെ മിക്സിങ് ആയിട്ടുള്ള സെറി ലൈൻഡ് വരുന്ന സെറി ബോർഡർ, ചെറിയൊരു ബോർഡറിങ് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത്. പിന്നെ മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ സിൽക്കും ആണ് മെറ്റീരിയൽ കേട്ടോ. സൂപ്പർ പീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായാലും കാണുമ്പോൾ അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഷൈനിങ്ങും ഒരു മെറ്റീരിയലിൻ്റെ നമുക്ക് സിൽക്കി ഒരു ടെക്സ്ചർ ഉണ്ടാവുമല്ലോ, അതൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ്. നല്ലൊരു ബ്ലൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വണ്ണ് ബോട്ടം കാണിച്ചു. സെക്കൻഡ് വണ്ണ് വരുന്നത് നല്ലൊരു ബീട്രൂട്ട് കളറിൽ വരുന്നത്. ബീട്രൂട്ട് ഷെയ്ഡ്, അതുപോലെ ബ്ലാക്ക്, നല്ലൊരു എന്താ പറയുക പിങ്ക്, ലൈറ്റ് പിങ്ക് ഒക്കെ മിക്സിങ് വരുന്നതാണ് ഇതിൽ വരുന്നത്.
അടിപൊളി. ഇതിൻ്റെ ഞാനിത് അടിപൊളി എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ തൊണ്ടായിട്ട് നമുക്ക് ശരിക്കും ഒരു കുട്ടികളെ തൊടുന്ന പോലെ അങ്ങനെ അത്രയും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഫുള്ള് ഇതേപോലെ ഹൈലൈറ്റിങ് വരുന്നുണ്ട്. നെക്കിൻ്റെ ഏരിയയാണ് ഇതിൽ ഒരു ഹൈലൈറ്റിങ് വരുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് അജ്രക് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഫീല് വരുന്നതാണ്. പക്ഷേ അതല്ല കേട്ടോ, ഞാനത് എടുത്ത് പറയാൻ കാരണം അതാണെന്ന് കരുതി നിങ്ങൾ മേടിക്കേണ്ടതെന്നുള്ളതിലാണ്. ഇതാണ് ഇതിൻ്റെ ലോവർ പാർട്ട് വരുന്നത്. ലോവർ പാർട്ടിലും ഫുൾ ഹൈലൈറ്റ് ഉണ്ട്. നേരത്തെ കാണിച്ച പീസിനും അതുണ്ട്, ഞാൻ വിട്ടുപോയതാണ് കാണിക്കാനായിട്ട്. ബാക്ക് പോർഷനിൽ സെയിം പ്രിൻ്റാണ്, ഹൈലൈറ്റിങ് ഇല്ലാണ്ടാണ് വരുന്നത്. പിന്നെ ഇതാണ് ഫ്രണ്ട് ഏരിയ കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ലെങ്ത് എത്രയുള്ളതെന്ന് നേരെ വരും. 50 ലെങ്ത് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 4XL 5XL 6XL 7XL ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന അത്രയും മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ബോട്ടത്തിലേക്ക് ലൈൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്ലെയിൻ ബോട്ടാണല്ലോ ഇത്. ഓക്കെ, ഈ പ്ലെയിൻ ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ഈ ബോട്ടത്തിലേക്ക് ഈ ഒരു ബ്ലൂ സ്ട്രൈപ്സ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 3 ലൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടാണ് നമുക്ക്. കാരണം ഇത്രയും പീസ് ടോപ്പിൻ്റെ ഫ്രണ്ട് ഏരിയ ഉണ്ട്, ബാക്ക് ഏരിയ ഉണ്ട്, സ്ലീവ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയയുടെ അപ്പർ പാർട്ട് നേരത്തെ നമ്മളൊരു ലൈൻ പാറ്റേൺ കണ്ടിരുന്നല്ലോ. ഇതിന് വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ബൂട്ട വന്നിട്ട് കേട്ടാ ഇതേപോലെ ഒരു യോക്ക് ലൈൻ വരുന്നുണ്ട്. ഇത് വയറിൻ്റെ ഈ ഭാഗത്തേക്ക് ബാക്കിൽ ഇവിടെ അല്ല വരിക, നമുക്ക് കുറച്ച് കറക്റ്റ് ഇങ്ങനെ നമ്മൾ ബ്രാ ലൈൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് വരിക ബാക്ക് പോർഷനിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് യോക്കിൻ്റെ ഒരു അങ്ങനെ നമ്മൾ ഗൗൺ ഇട്ട ഒരു ഫീലൊന്നും ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഇത് താഴ്ഭാഗത്തേക്ക് വരുന്നതാണ്. ബോർഡർ സെയിം, പക്ഷെ ഹൈലൈറ്റിങ് ഇല്ല കേട്ടോ. ഇതാണ് സ്ലീവ് വരുന്നത്. സ്ലീവിൽ കണ്ട ഇതുപോലെ ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്തേക്ക് നല്ല സൂപ്പർ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. അടിപൊളി പീസ് എന്ന് വെച്ചാൽ അടിപൊളി പീസാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ നോർമൽ ഒരു നമ്മളത് അധികം അങ്ങനെ തന്നെയായിട്ട് അധികം നമ്മൾ നിങ്ങളോട് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ പീസുകളും മെജോറിറ്റി പീസുകളും അങ്ങനെ തന്നെയാണ്. നമുക്ക് അത് 2 ഫംഗ്ഷന് യൂസ് ചെയ്യാം, നോർമൽ യൂസേജ് പോസിബിൾ ആയിട്ടുള്ള പീസ് തന്നെയാണ്. ഇത് വരുന്നത് ദുപ്പട്ട പ്യുവർ മസ്ലിനിൽ വരുന്നതാണ്. പ്യുവർ മസ്ലിൻ സിൽക്കിൽ വരുന്ന സൂപ്പർ ഒരു ദുപ്പട്ട ലൈൻ പാറ്റേണിൽ വരുന്നതാണ്. താഴെയാണല്ലേ ആ ഒരു നമ്മുടെ ബോർഡറിൻ്റെ ആ സെയിം ആ ഒരു റിപ്പിക് ഒരു ബോർഡർ ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ബോർഡർ വരുന്നുണ്ട്. അടിപൊളി കളർ കോംബോ കേട്ടോ. ഓക്കെ, ബോട്ടത്തിൽ വരും. ബോട്ടത്തിലേക്ക് ആ ലൈന് ദുപ്പട്ടയുടെ പോലെയാണ് ഈ ലൈന് വരുന്നത് സൈഡ്സിൽ കണ്ട. ഇത് ബോട്ടത്തിലേക്ക് കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഓക്കെ, മെറ്റീരിയൽ എത്രത്തോളം നിങ്ങൾക്ക് ആ മെറ്റീരിയലിൻ്റെ ഫീല് വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയുന്നില്ല കേട്ടോ. അത്രയും നല്ല മെറ്റീരിയലാണ്. അത് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഫീൽ അറിയുള്ളൂ. ഇത് നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചിട്ട് മേടിക്കാം കേട്ടോ. അത്രയും നല്ല മെറ്റീരിയലാണ്. എന്നെ വിശ്വസിച്ചിട്ട് പറയുമ്പോൾ ഞാനത് പേഴ്സണൽ യൂസിന് എടുത്തിട്ടുള്ള ഒരു പീസാണ്. അത്രയും എനിക്ക് ഇഷ്ടമായി, കൂടുതൽ ഇഷ്ടമായി. ഓക്കെ, എല്ലാവരോടും ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ ഡ്രസ്സും എന്താ കാട്ടുന്നത്. എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടമാവുന്ന എല്ലാ പീസുകളും ഞാൻ എടുക്കും. പിന്നെ എന്താ പറയുക, ഇഷ്ടമായത് വേറൊരു നമുക്ക് 2-3 കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ സെയിം മെഷർമെൻ്റ് ഉള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ അവർ തമ്മിൽ തല്ലാണ് ഏത് പീസാന്നുള്ളത് അങ്ങനെ. അപ്പോൾ എന്താണ്, ഇത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. സെൻറ്റർ ഏരിയ പാനൽ വരുന്നൊരു പീസാണ് കേട്ടോ. പാനലിൽ റൗണ്ട് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അത് ഫുള്ള് ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. സൈഡ്സിലായിട്ട് ലൈൻ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ സ്ലീവിന് എന്താ നോക്കട്ടെ, സോറി ബോട്ടത്തിലേക്ക് വെക്കാൻ പറ്റുന്ന പീസ് എന്താണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ബോട്ടത്തിലേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അജ്രക്കിൻ്റെ പ്രിന്റ് പോലെ വരുന്നുണ്ടല്ലോ, ഈ ഒരു പാർട്ട് വെക്കുകയായിരിക്കും ബെറ്റർ. ഈ ഒരു പീസ് ഇതും കൂടെ ചേർത്തിട്ട് വെച്ചാലും കുഴപ്പമില്ല, 2 കൂടെ ചേർത്തിട്ട് ബോർഡർ പോലെ വെച്ചാൽ നന്നായിരിക്കും. ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത്. 50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് 49+ ലെങ്ത് കിട്ടും കേട്ടോ. പിന്നെ 7XL 8XL എത്രയായിട്ട് സൈസ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് പോർഷൻ പക്കാ നമുക്കൊരു അജ്രക് ബ്ലോക്ക് പ്രിന്റിന്റെ സെയിം ഫീല് വരുന്ന ഒരു പ്രിന്റാണ്. ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇത് മറ്റേ ശരിക്കുള്ള അജ്രക്കിന്റെ ബ്ലോക്ക് പ്രിന്റ് അല്ല, ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. ഇതാണ് വരുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ല, സിൽക്കിന്റെ മേലെ പ്രിന്റ് വന്ന കാരണം തോന്നുന്നു നല്ല ഫിനിഷിംഗ് ഉണ്ട്. നോർമലി അജ്രക് ഡിജിറ്റൽ പ്രിന്റിൽ വരുമ്പോഴൊന്നും ഇത്ര ഫിനിഷിംഗ് ഉണ്ടാവാറില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ഇത് സ്ലീവിൻ്റെ ഏരിയ ആണ് വരുന്നത്. സ്ലീവിൻ്റെ അപ്പർ ഏരിയയും ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു അജ്രക് പ്രിന്റ് വരുന്നുണ്ട് അതേപോലെ. പിന്നെ ഈ താഴ്ഭാഗത്ത് ഈ റൗണ്ട് ഡിസൈനും ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് മൊത്തം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ലുക്ക് ശരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് സൈഡ്സിൽ നിന്നുള്ളത് താഴേക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ഒരു പീസ്. പിന്നെ ദുപ്പട്ട വരുന്നത് പ്യുവർ മസ്ലിൻ സിൽക്കിൽ വരുന്നതാണ്. സെറി ലൈൻസ് വരുന്നുണ്ട്. നമ്മുടെ തലയിലുള്ള ഭാഗത്തുണ്ടല്ലോ സെറി ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത്.
ബോട്ടം ഇതുപോലെ വരും. എനിക്ക് ആ സെൻറ്റർ ഏരിയയിലത്തെ പാനലത്തെ ആ ഒരു റൗണ്ട് ഡിസൈനാണ് കൂടുതൽ ഇഷ്ടമായി. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു എന്താ പറയുക, ഒരു ലൈൻ പാറ്റേൺ, ചിക്കുവിൽ ഒരു ലൈൻ ഡിസൈൻ വരുന്നതാണ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലൈൻസ് കേട്ടോ. അതിൽ ഫുൾ സീക്വൻസ് ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ബ്ലൂ കളറ് നെക്കിൻ്റെ ഏരിയ കണ്ട ഒരു സ്ക്വയർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫുള്ള് ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട് സീക്വൻസും അതുപോലെ തന്നെ സർദോസിയൊക്കെ വെച്ചിട്ട്. ഓൾ ഓവർ ബോഡി ഓൾ ഓവർ ഉണ്ട്. അതുപോലെ തന്നെ ബോഡി ഓൾ ഓവർ മീൻസ് ലൈൻ പാറ്റേണിലൊന്നുമില്ല. ഇതിൻ്റെ ബോർഡർ പോർഷനിൽ നോക്കിയാൽ ഫുൾ ഒരു സർദോസി വെച്ചിട്ടുള്ളൊരു ഹൈലൈറ്റിങ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ സൈഡ്സിൽ, ഈ ലൈൻ നോക്കി നോക്കിയാൽ ഈ ഒരു ലൈന് താഴേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഐവറി ഷെയ്ഡിൽ നിന്ന് ഇതേപോലത്തെ മൂന്ന് ലൈൻ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അത് ആംഗിൾ ലെങ്ത്തിലും ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇത് പാരലായിട്ടാണ് ചെയ്തത്. ആംഗിൾ ലെങ്ത്തിലും അതുപോലെ 3 ലൈനാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താ, ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് ഏരിയയാണ് ഈ കാണുന്നത്. ഇങ്ങനെ ലൈനാണ് വരും കേട്ടോ. താഴ്ഭാഗത്തേക്ക് ആ ബോർഡർ വരും. ഇത് കൈയുടെ ഭാഗത്തേക്ക് വരുന്നത് സ്ലീവ്സിലേക്ക് വരുന്ന കേട്ടത്. ഇങ്ങനെയാണ് വരിക. ഒരു എന്ത് ഷെയ്ഡ് എന്നാ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു ഐവറി വിത്ത് ഐവറും ചിക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു. അപ്പോൾ അതിലേക്ക് നല്ലൊരു മെറൂൺ കളർ അതുപോലെ തന്നെ ഇൻഡിഗോ ബ്ലൂ ഒക്കെ മിക്സിങ് ആയിട്ടുള്ള ഒരു ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. മസ്ലിൻ സിൽക്കിൽ വരുന്നത് തന്നെ ദുപ്പട്ട തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. സോഫ്റ്റ് എന്നുള്ള ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം അത്രയും സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിലേക്ക് ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രേ കളറ് കൂടെ മിക്സിങ് ആയിട്ടുള്ളൊരു ദുപ്പട്ട വരുന്നത്. ഓവറോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ആക്ച്വൽ ഭംഗി നമുക്ക് അറിയുന്നത് കേട്ടോ. അങ്ങനെ മെറ്റീരിയൽ കാണുന്നതിനേക്കാളും. ഓക്കെ, അത് അധികം മെറ്റീരിയൽസ് അങ്ങനെ തന്നെ ആയിരിക്കും. ചിലത് നമുക്ക് കാണുമ്പോഴൊക്കെ ഒരു ബെഡ്ഷീറ്റ് ഫീൽ ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് കോട്ടൺ സൽവാർ സ്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങനെ നോക്കി സെലക്ട് ചെയ്യണം. അങ്ങനത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അടുത്തത് വരുന്നത് നല്ലൊരു എന്താ പറയുക, ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഷെയ്ഡ് വരുന്നതാണ്. അതിലേക്ക് കുറച്ച് ഡീപ്പ് കോഫി ഷെയ്ഡും ഒക്കെ കൂടെ മിക്സിങ് ആയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കണ്ടല്ലോ, ഇതേപോലെ തന്നെ ഇതിൽ ബ്ലാക്ക് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത്. സെൻറ്റർ ഏരിയ ഒരു പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ്സിലും കണ്ട ഈ ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. നമുക്ക് ബോട്ടത്തിലേക്ക് ഈ ഒരു അജ്രക് പ്രിന്റും, ഇത് സത്യം പറയാം ഇത് അജ്രക്കിൻ്റെ ഒറിജിനൽ പ്രിന്റ് അല്ല, എന്താ പറയുക ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് കേട്ടോ. സ്ക്രീൻ പ്രിന്റ് അല്ല, ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത്. സ്ക്രീൻ പ്രിന്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ വൺ സൈഡേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതാണ്. സെൻറ്റർ പാനലായിട്ടുള്ള 50 ലെങ്ത് ഉണ്ടായിരിക്കും. 7XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബാക്ക് പോർഷനിലെ അപ്പർ ഏരിയ പക്കാ ഒരു അജ്രക് പ്രിന്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്, പ്രിന്റ് ആണ്. ഇത് പാനൽ വരും. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഏരിയയിലേക്കും, സ്ലീവിൻ്റെ അപ്പർ ഏരിയയും ഇതുപോലെ തന്നെ അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള, ബ്ലോക്ക് പ്രിന്റ് അല്ല കേട്ടോ, അജ്രക്കിന്റെ ബ്ലോക്ക് പ്രിന്റിനോട് സിമിലർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ വരുന്നത്. ഓക്കെ, ഇന്നലെ ഒരു കമന്റിലുണ്ട് ഷോളൊന്ന് ശരിക്കും പിൻ ചെയ്തോളൂ. ഇതാണ് എൻ്റെ ഒരു മെയിൻ. അത് ഒരു പിൻ ചെയ്യുമ്പോൾ നമുക്കതൊരു ഇത് കിട്ടുന്നില്ല എപ്പോഴും ചെയ്തിട്ട്. പിന്നെ ഇന്നലത്തെ നമ്മളെ ബാന്ദ്രി ഡിസൈനിലൊരു പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു 4590. അപ്പം അതിൻ്റെ ഇടയിൽ കമൻറ്റ് വന്നിട്ടുണ്ട്, റിൽഷ അള്ളത് കാണുന്നുണ്ട്, ഇങ്ങനെ എക്സ്ട്രാ കൂടുതൽ എന്താ പറയുക ഇങ്ങനെ പ്രോഫിറ്റ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ഭാഗത്തുനിന്ന് ശിക്ഷ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എനിക്ക് തന്നെ എന്തോ പോലെയാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. വെറുതെ ഒരു കൊള്ളലാഭം ഇട്ടിട്ട് ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ എത്ര കാലം വരെ നിൽക്കാൻ പറ്റുന്ന നിൽപ്പുണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിൽ ഓപ്പൺ ആയ ഒരു ഫീൽഡിലാണെങ്കിൽ അത്രയും വൈഡ് ആയ ഒരു ഇതിൽ വന്നിട്ട് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് എനിക്കത് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സാധനം എനിക്ക് എന്താണ് അതേ റേറ്റിന് അല്ലെങ്കിൽ അതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എല്ലാവരും എന്തിനാണ് നമ്മളെല്ലാവരും എന്താണ് ബിസിനസ്സായിട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ നമുക്ക് അങ്ങനെ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മാത്രമല്ല ഇത് അതിൽ എനിക്ക് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു വിഷമമായി. കാരണം വിഷമം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അജ്രക്കിൻ്റെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം അജ്രക്ക് ബ്ലോക്ക് പ്രിന്റിന് കോസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിയാം. പിന്നെ അതിനിടയിൽ വീണ്ടും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ അല്ല എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴേ എന്താ അല്ല ശിക്ഷിക്കും ഇവിടെ പോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അപ്പർ പോർഷൻ ഇങ്ങനെയാണ്. ലോവർ പാർട്ടിലേക്കായിട്ട് അജ്രക്കിൻ്റെ തന്നെ പ്രിന്റ് വരുന്നതാണ്. പക്ക പ്രിന്റ് അല്ല, ഇത് ഒറിജിനൽ പ്രിന്റിലായിട്ട് വരുമ്പോൾ ഈ ഒരു കോസ്റ്റിന് സെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് കേട്ടോ.
പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് അജ്രക് പ്രിന്റ് ആണല്ലോ എന്ന് തോന്നും. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് ക്യാൻവാസ് സാറ്റിനിൽ വരുന്ന ബോട്ടമാണ്. ഈ കളർ നല്ല ഇഷ്ടമായിട്ട് ശരിക്കും ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. കോഫി ബ്രൗൺ തന്നെ അല്ലേ? കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെ. ദുപ്പട്ട വരുന്നത് ഈ ഒരു കളറിലാണ്. അതിന്റെ ലൈറ്റ് ഒരു ബിസ്ക്കറ്റ് കളർ, ലൈറ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡിൽ വരുന്നത്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കളറിൽ വരുന്ന ഒരു ദുപ്പട്ട കേട്ടോ. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ബോട്ടം ഇങ്ങനെയാണ്. ബോട്ടത്തിന് താഴ്ഭാഗത്തുള്ള ആ ഒരു അജ്രക് പ്രിന്റ് ജോയിൻ ചെയ്ത് ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ വരുന്നത് ഒരു ബീട്രൂട്ട് ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ്. ഒരു ആഷ് കളറും നേവി ബ്ലൂ മെറൂൺ കളറ് ഒക്കെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇട്ടാ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് നെക്ക് ഏരിയ തന്നെയാണ്. നെക്ക് ഏരിയയിൽ ശരിക്കും ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു പ്രിന്റും അതിനോട് ചേർന്നിട്ടൊരു ഹൈലൈറ്റിങ്ങും വന്ന പോലെയാണ് ഉള്ളത്. പിന്നെ താഴ്ഭാഗത്ത് നോക്കി നോക്കിയേ ആ ഒരു ഹൈലൈറ്റിംഗ് വരുന്നുണ്ട്. ബോഡി ഓൾ ഓവർ ചെറുതായിട്ടൊരു സീക്വൻസ് ഹൈലൈറ്റിംഗ് കൂടെ ഉണ്ട്. ഈ ഒരു പോർഷനത്തെ ഈ ഒരു 3 ലൈൻസിലേക്ക് ഈ ബോർഡർ നമുക്ക് ബോട്ടത്തിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാത്തിനും അങ്ങനത്തെ ചെയ്യാനുള്ള പീസ് വരുന്നുണ്ട്. പിന്നെന്താ ഇത് ബാക്ക് പോർഷനിലും ഈ സൽവാർ സെറ്റിനൊക്കെ ഫുള്ള് എല്ലാത്തിനും ബാക്ക് പോർഷനിലേക്ക് ഒരു ഡിസൈൻ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ല ഇതിനിങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ താഴ്ഭാഗത്തേക്ക് ഒരു ബോർഡർ ഉണ്ട്. ഇതാണ് സ്ലീവിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, ലൈനും വിത്ത് ബോർഡർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈസൊക്കെ അത്യാവശ്യം അവൈലബിൾ ആണ്. മീൻസ് സൈസ് കിട്ടും. നമുക്കൊരു 50 ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 7XL സൈസ് വരെയൊക്കെ 7XL 8XL ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം മെറ്റീരിയൽ ഉണ്ട്. ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട വരുന്ന പ്യോർ മസ്ലിൻ സിൽക്കിൽ സെറി ലൈൻസ് വരുന്ന ബോർഡർ ആയിട്ടുള്ളത് കേട്ടോ. സൂപ്പർ പീസുകളാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. ബോട്ടം വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വണ് ഞാനിട്ടുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ അല്ലെങ്കിൽ ഡസ്റ്റി ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന അതാണ് ഞാനിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ലൈനാണ് ഞാൻ ബോട്ടത്തിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 ലൈൻസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗത്ത് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കുറച്ചുകൂടെ എന്താ ഹൈലൈറ്റിങ് എല്ലാത്തിനുള്ള പോലെ തന്നെയാണ്. ഒന്നുകൂടെ ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രിന്റിനനുസരിച്ചിട്ടാണല്ലോ ഹൈലൈറ്റിങ് വരിക. പിന്നെ ഇതാണ് ഇവിടെ ഇതാണ് ടോപ്പ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ഏരിയ ആണ് ഇത്. പിന്നെ ഇത് ബാക്ക് പോർഷനിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇത് ബാക്ക് ഏരിയയിൽ അപ്പർ ഏരിയയിൽ വരുന്നതാണ് ഈ ഒരു പോർഷൻ. താഴേക്ക് ബോർഡർ വരും. പിന്നെ സ്ലീവിലേക്ക് വരുന്നതാണ് ഇങ്ങനെ ഒരു സിക്സാക്ട് ഡിസൈനും അതുപോലെ തന്നെ ഒരു ബോർഡറും സെയിം ഇതുപോലെ തന്നെ. ഞാൻ അതിലൊരു എക്സ്ട്രാ ഒരു സീക്വൻസിൻ്റെ ലെയറും കൂടെ കൊടുത്തു. കാരണം ഈ ദുപ്പട്ടയ്ക്ക് വരുമ്പോൾ ഒന്നും കൂടെ ഇതായിട്ട് തോന്നിയിട്ട് നിർത്തിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ഇനി ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം. ദുപ്പട്ട പ്യോർ മസ്ലിൻ സിൽക്കിൽ വരുന്നത് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അത് ഐവറിയും അതുപോലെ ചിക്കു ഷെയ്ഡും ഒരു മെറൂൺ കളറ്, അതുപോലെ തന്നെ നല്ല ഡീപ്പ് മെറൂൺ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡൊക്കെ മിക്സിംഗ് ആയിട്ടൊരു സൂപ്പർ പീസാണ്. എല്ലാ പീസുകളും നമുക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. മെറ്റീരിയലിൻ്റെ സോഫ്റ്റ്നെസ് അതൊന്നും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈനിട്ട് വരാം. അതിലേക്കും ബൈ.